നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഡൽഹി ജന്തർ മന്ദറിലും ഡൽഹി ആകെയും കലാപകലുഷിതമാണ്. ഈ കലാപകലുഷിതമായ അന്തരീക്ഷം ഉണ്ടായതിൽ മോദിയുടെയും അമിത്ഷായുടെയും പങ്കെന്ത് എന്നുള്ളതാണ് വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടത്. കോക്രോച്ച് പാർട്ടി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നറിയപ്പെടുന്ന ഒരു പാർട്ടി, അങ്ങനെ അത് പാർട്ടിയൊന്നുമല്ല, ഒരു ടീം, ഒരു സോഷ്യൽ മീഡിയ ടീം, അഭിജിത്ത് ദീപ്ക എന്ന് പറയുന്ന അമേരിക്കയിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു വിഷയത്തെ കത്തിച്ചു. ഇതുപോലെ കത്തിയ വിഷയങ്ങളാണ് ഡൽഹിയിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളം പോലല്ല, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം പോലല്ല. ഡൽഹി എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത് നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വലിയ തോതിലുള്ള വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലതും ചീത്തയായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമുണ്ട്, അല്ലാത്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. വലിയ സമരം ചെയ്യാൻ അറിയാവുന്ന ടീമുകളൊക്കെ ഉണ്ട്. ബീഹാർ, ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ. മാത്രമല്ല അവരെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും. ചിലരെയൊക്കെ കുറച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. മൊത്തം തെറ്റിദ്ധാരണ ഞാൻ പറയുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ തുറന്നു വിടുന്നൊരു സമരം കൃത്യമായി അഡ്രസ്സ് ചെയ്യണമായിരുന്നു. ഇപ്പം ചർച്ച നടത്താമെന്ന് പറയുന്നത് ആ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഒരു സർവകക്ഷി യോഗമോ എന്തെങ്കിലും വിളിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പം ആരോടാണ് ചർച്ച ചെയ്യുന്നത്? ശരിക്കും സമരം ചെയ്യുന്ന ഏജൻസി ഏതാണ്? ഡൽഹി സമരത്തിൻ്റെ തുടക്ക സമയത്ത് CPI ആനി രാജ മാത്രമാണ് അവർ, ഈ കോക്രോച്ച് പാർട്ടിയുടെ ആദ്യത്തെ സമര ദിവസം ആനി രാജ മാത്രമാണ്, CPIയുടെ ആനി രാജ മാത്രമാണ് അവരെ പോയി കണ്ടതോ അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പിന്നെ അവരവിടെ ഇങ്ങനെ കുട്ടികളുടെ എണ്ണം കൂടുന്നു, വിദ്യാർത്ഥികളുടെ നമ്പർ കൂടുന്നു, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചാൽ അവരാരും വരത്തുമില്ല. അപ്പം മലപ്പുറത്തുനിന്ന് കുറേ കുട്ടികൾ പോയി. അവർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചാൽ ഞങ്ങൾ വരത്തില്ല. പക്ഷേ ഇത് ഒരു ജെന്യുവൻ കേസ് ആയിട്ടുണ്ട്. അപ്പം ജെന്യുവൻ കേസായാലും അരാഷ്ട്രീയമായിട്ടത് കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വിളിക്കാത്തതുകൊണ്ടാണ് അവർ പോയത്. അതുകൊണ്ട് അങ്ങനെ വന്നിട്ടുള്ളൊരു മാസ്, ഒരു മോബ്. CPI വന്നതിന് ശേഷം CPMൻ്റെ പിന്നെ MA ബേബിയും ജോൺ ബ്രിട്ടാസും ഒക്കെ അടക്കമുള്ള ആളുകൾ അവിടെ വീണ്ടും സമരസ്ഥലത്ത് വരികയും അവർ ബഹളം ഉണ്ടാക്കി അവർ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ CPM ഇതിനകത്ത് വലിയ റോൾ എടുത്തു, CPIയും എടുത്തു. പക്ഷെ ആ റോളെല്ലാം ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ കോൺഗ്രസിൻ്റെ വർദ്ധിച്ച പ്രകടനം കൊണ്ട് അത് മുഴുവൻ കോൺഗ്രസിൻ്റെ ഒരു അഡ്രസ്സിലേക്ക് ആയിട്ടുണ്ട്. ആയത് തെറ്റോ ശരിയെന്നല്ല ഞാൻ പറഞ്ഞാൽ, ഫാക്റ്റ് പറഞ്ഞാണ്, ഡൽഹിയിൽ നടന്ന ഫാക്റ്റ് പറഞ്ഞത്. എന്തായാലും ഇന്ത്യ മുന്നണി എന്നുള്ള സങ്കല്പം വിട്ടുകൊണ്ട് കോൺഗ്രസ് ഇതിനകത്ത് വലിയ അപ്പർ ഹാൻഡ് എടുത്തു. അതിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ അമർഷവുമുണ്ട്. അതവർ പരസ്യമായി പറയുകയും ചെയ്തു. ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിലല്ല ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്, കോൺഗ്രസ് എന്നുള്ള നിലയിലാണ് കോൺഗ്രസ് കൊണ്ടുപോയത്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയൊക്കെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധവും സാമാന്യ യുക്തിയും ഇന്ത്യയിലെ അമിത്ഷാ ഇരട്ട വെടിവെക്കുന്ന ആളിനില്ലേ? ഇരട്ടച്ചങ്കനായിട്ടുള്ള അമിത്ഷായ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനും ഇൻ്റലിജൻസ് വഴി കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതയില്ലേ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കലാപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നെന്ന് പറയുന്നത് വളരെ വലിയ സുരക്ഷയുള്ള സ്ഥലമാണ്. കാറ്റഗറി വെച്ചപ്പോൾ Z കാറ്റഗറി പെടുന്ന വളരെ വലിയ സുരക്ഷിതത്വമുള്ള, 2 ആളിൽ കൂടുതൽ നടക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് പ്രധാനമന്ത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ സമരം ചെയ്തിട്ട്, അല്ലെങ്കിൽ സമര പരിപാടി ഇട്ടിട്ട് അതറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസിൻ്റെ വലിയ വീഴ്ചയാണ്. കാശ്മീരിലും ഇതുപോലെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ച ഉണ്ടായതായി പിന്നെ നമ്മൾ അറിഞ്ഞതാണ്. രാജ്യത്ത് നടക്കുന്ന വർത്തമാനകാല കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനവും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും എവിടെയാണ്? ഒരു ചോദ്യമുണ്ട്. അവർ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ചർച്ചകളും അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജികളും ഗവൺമെൻറ് എപ്പോഴും വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യാതെ ഇപ്പോൾ സറണ്ടർ ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത്. സറണ്ടറിങ്ങിന് അവർ വഴങ്ങുന്നുമില്ല. അവർ പറയുന്ന 2 ഡിമാൻഡ്: ഒന്ന്, ഒരു കേസും ചാർജ് ചെയ്യരുത്, എല്ലാ കേസും പിൻവലിക്കണം. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ കേസിന്, കാരണം ഓരോ കേസിനും ഓരോ സ്വഭാവം ഉണ്ടായിരിക്കും. ചില കേസ് വളരെ വളരെ വലിയ ഗൂഢാലോചനയുടെ കേസ് കാണും,
അതുപോലെ തന്നെ അക്രമത്തിൻ്റെ കേസ് കാണും, പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ കേസ് കാണും. അപ്പോൾ വ്യത്യസ്തമായ കേസുകളായതുകൊണ്ട് എല്ലാ കേസുകളും ഒരേ അർത്ഥത്തിൽ ചിലപ്പോൾ പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ അങ്ങനെ വേണമെങ്കിൽ പിന്നെ കണ്ണടച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് തീരുമാനിക്കാം എല്ലാ കേസും പിൻവലിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ച എത്രയോ സംഭവങ്ങളുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, മോദിയും അമിത്ഷായും ഒക്കെ വലിയ ആളുകൾ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യം കണ്ടുപിടിക്കാൻ, ഈ ചെറിയ കാര്യത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ന് BBC-യും CNN-ഉം വിദേശത്തിരിക്കുന്ന ഏജൻസികളും പത്രമാധ്യമങ്ങളും ഡൽഹിയിലെയും രാജ്യത്തെയും പത്രമാധ്യമങ്ങളൊക്കെ വലിയ വാർത്ത ഫോട്ടോ അടക്കം ഇടുമ്പോൾ നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മിടുക്കനായിരിക്കാം. സ്വാഭാവികമായിട്ട് ഒരാളെയും ഒരു സംവിധാനത്തിലും ഒരാളും സമരം ചെയ്യാതെ, ഒരു CJP ഉണ്ടാകാതെ, ഒരാളും ചെയ്യാതെ ഒരു വീഴ്ച വന്നാൽ ആ മന്ത്രിയുടെ വകുപ്പ് മാറ്റുകയോ അല്ലെങ്കിൽ മന്ത്രിയെ മാറ്റുകയോ അല്ലെങ്കിൽ മന്ത്രിയോട് ധാർമ്മിക ഉത്തരവാദിത്തമെടുത്ത് രാജിവെക്കാൻ പറയുകയോ ചെയ്യണം. ഇന്ത്യയിൽ ഒരു റെയിൽവേ അപകടമുണ്ടായപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്തമെടുത്ത് രാജിവെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ അറിയണം. കാരണം എല്ലാ വിജയങ്ങളും ആഘോഷിക്കുന്നത് മന്ത്രിമാരൊക്കെ വന്ന് ആഘോഷിക്കുമല്ലോ. പത്രസമ്മേളനം നടത്തി, ഇപ്പോൾ റോക്കറ്റ് വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ സാറ്റലൈറ്റ് മിസൈൽ വിട്ടിരിക്കുന്നു, ഡ്രോൺ വിട്ടിരിക്കുന്നു, അതൊക്കെ കഴിയുമ്പോൾ പ്രധാനമന്ത്രിയൊക്കെ വന്ന് കൈയടിച്ച് വേണ്ട ബളം ഉണ്ടാക്കുമല്ലോ. പക്ഷേ പരാജയപ്പെട്ടു പോയാലോ അതെല്ലാം ISR ഒരു മണ്ടയിൽ വയ്ക്കുമോ? അത് പറ്റത്തില്ല. വിജയം, വിക്രം സാരാഭായി പറഞ്ഞതുപോലെ, വിജയം എൻ്റേതാണെങ്കിൽ, വിജയം എല്ലാവരുടേതുമാണെങ്കിൽ പരാജയം എൻ്റേതാണ്. വിജയം എല്ലാവർക്കും ഉണ്ട്, ടീം വർക്കിൻ്റെ ആണ്. പക്ഷെ പരാജയമാണെങ്കിൽ അത് എൻ്റേതാണ്, ഞാൻ ആ ടീമിനെ മൊബിലൈസ് ചെയ്തില്ല എന്നാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്ന പോലെ, എന്തുകൊണ്ട് ഇന്ത്യയിലെ ടീമിനെ നയിക്കുന്ന നരേന്ദ്രമോദിക്ക്, ആ വലം കൈയായിട്ട് നിൽക്കുന്ന ചാണക്യനായി നിൽക്കുന്ന അമിത്ഷായ്ക്ക് ഇത് ലീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വളരെ കൃത്യമായ ചോദ്യം ഇന്ത്യൻ പൊളിറ്റിക്സ് ചോദിക്കുന്നുണ്ട്, NDA ക്യാമ്പ് ചോദിക്കുന്നുണ്ട്. സമരം അതിൻ്റെ വഴിവിട്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അവിടെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള നല്ല ഭക്ഷണം വരുന്നു. ഇവിടെ നിന്നാണ് ഇത്രയും ഭക്ഷണം വരുന്നത്. അതുപോലെ അവിടെ ഡോക്ടർമാരുടെ സംഘം വരുന്നു, മെഡിസിൻ ധാരാളം വരുന്നു. അവിടെ വെച്ച് തന്നെ, ഫീൽഡിൽ വെച്ച് തന്നെ പരിശോധനകൾ നടക്കുന്നു. അപ്പോൾ ഒരു അത്യാധുനിക പ്രൊഫഷണലായിട്ടുള്ള ഒരു സമരം നയിക്കുവാൻ ഒരു ഏകോപിത സംഘടനയില്ലാതെ, ഒരു സംഘടനാ സംവിധാനമില്ലാതെ എങ്ങനെ ഡൽഹി പോലുള്ളൊരു നഗരത്തിൽ കഴിയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ BJP ആരോപിക്കുന്നത് പോലെ ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ ഒരു ആനുകൂല്യം എടുത്തുകൊണ്ട് എല്ലാ ചിത്രശക്തികളും നല്ല ശക്തികളും മോശപ്പെട്ടവരും എല്ലാം ഒത്തൊരുങ്ങി BJPക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. അവിടെയും അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയും തോറ്റത് BJP തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ഇതെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞ് ഭരണ സംവിധാനവും പോലീസ് സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനവും എല്ലാം കയ്യിലുള്ള, പോലീസും എല്ലാം പട്ടാളവും CRPF എല്ലാം കയ്യിലുള്ള കേന്ദ്ര സർക്കാരിന് നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനും സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യാനും കഴിയാതിരുന്നതല്ലേ ഈ പ്രശ്നങ്ങളെ ഇത്രയും രൂക്ഷമാക്കിയത് എന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് വിദ്യാഭ്യാസം എന്താണ് കേരളത്തിൽ? പിന്നെ അതുപോലെ തന്നെ ഇന്നലെ KPCCയുടെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് ഉണ്ടായിരുന്നു. ഞാനത് കണ്ടതാണ് നേരിട്ട്. അങ്ങനെ വളരെ വലിയ തോതിൽ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒക്കെ വലിയ സംഘർഷമുണ്ടാക്കുകയും, വിദ്യാർത്ഥി സമരം, ഒരുപാട് വലിയ സമരങ്ങൾ ഡൽഹി കണ്ടതാണ്. കർഷക സമരം കണ്ടു, ദിവസങ്ങളോളം നീണ്ടു നിന്നു, പക്ഷേ അതൊന്നും ആകാതെ പിരിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ CIA സമരം നടന്നു, അതും ഒന്നുമാകാതെ പിരിഞ്ഞു. അതുപോലെ പക്ഷേ അങ്ങനെ ഒന്നുമാകാതെ പിരിയുമ്പോൾ ഒരുപാട് വിലകൾ കൊടുക്കേണ്ടി വരുന്നു, ഒരുപാട് ആളുകൾ കേസിൽപ്പെടുന്നു. വിദ്യാർത്ഥികളടക്കം അവർക്ക് തുടർ പഠനത്തിനും വിദേശത്ത് പോകുന്നതിനുമൊക്കെയുള്ള യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ പാസ്പോർട്ട് തടഞ്ഞു വയ്ക്കുന്നു, അവർക്കെതിരെ കേസെടുക്കുന്നു, ആധാറിലും ഫിംഗർ പ്രിൻറ്റും ഒക്കെ വെച്ച് അവരെ കേസിൽ കുടുക്കി, അങ്ങനെയും വരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്നും ഒരു ഭരണകൂടത്തിന് ചേർന്ന പണിയല്ല. ഭരണകൂടത്തോട് ആളുകൾ എതിർപ്പ് പറയും, പ്രതിഷേധിക്കും. അവരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതാണ് ഭരണകൂടത്തിൻ്റെ വിജയം. അവിടെ 2 പേരും സറണ്ടർ ചെയ്തിരിക്കുകയാണ്. മോദിയും സറണ്ടർ ചെയ്തു, അമിത്ഷായും സറണ്ടർ ചെയ്തു. ഇനി എന്തെന്ന് അവർക്ക് തീരുമാനിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ പതറുകയാണ്.